ഹലോ സാജിക്കാണ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അപ്പോൾ ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കിയിട്ട് കുറച്ചായിട്ട് ഇപ്പോൾ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് മുമ്പത്താണ്ട്. ഇതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സുകളെല്ലാവരും 2-3 തവണ മീറ്റപ്പ് എന്നൊന്നും പറയില്ല, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒത്തുകൂടുന്നതാണ്. അങ്ങനെ ഞാനും പാച്ചും ഇനിമോളും 10 മണിയാകുമ്പോൾ തന്നെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ അവരെല്ലാവരും 10 മണിയാകുമ്പോൾ ചെമ്മാട് ബസ് സ്റ്റാൻഡിൽ എത്താന്നാട്ടോ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തർ വെയിറ്റ് ചെയ്തിട്ടുള്ള നേരം കൊണ്ട് ഞാനും പാച്ചും ഒരു കട്ട്ലറ്റും സർബത്തൊക്കെ കുടിച്ചിട്ടോ. അങ്ങനെ എല്ലാവരും എത്തി. പിന്നെ ചെമ്മാട് ഒരു അവിൽ മിൽക്കിൻ്റെ ഒരു ഷോപ്പുണ്ട്, അവിടെ എല്ലാവരും ഹാജരായിട്ട് അവിടുന്ന് അവിൽ മിൽക്കൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങിയിട്ടാണ്. പിന്നെ അവിടെ നിന്ന് തന്നെ ഓപ്പോസിറ്റ് അങ്ങനെ ഫ്രൂട്ട്സും ബേക്കറിയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ വണ്ടി കയറിയത്. എല്ലാവരും ചെമ്മാടെത്തി. ഇത് അരമണിക്കൂർ ഡിസ്റ്റൻസ് നിന്നാട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ചെമ്മാടായതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമാണ്. അങ്ങനെ അഭിമുഖം ബേക്കിലാട്ടോ പോകുന്നത്. ബാക്കി 4 ആൾ ഞങ്ങൾ പാച്ചിൻ്റെ കൂടെ പോകുന്നു കേട്ടോ. ബേക്കിൽ ഞങ്ങൾക്ക് 4 ആൾ ഇരിക്കണമെങ്കിൽ ഇത്തിരി ടഫാണ്. പിന്നെ താന്നൂർ തിരൂർ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര റിസ്ക് എടുത്തിട്ട് കുട്ടികളെ മടിയിൽ വെച്ചിട്ട് പോകണം. അപ്പോൾ ഞാൻ പാച്ചിൻ്റെ കൂടെ മുന്നിൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നിട്ടോ. ഭയങ്കര രസമായിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ക്ലീനറെ പോലെ എന്താ പറയുക, ഒരുപാട് നെസ്റ്റ് ഓർമ്മകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. പക്ഷേ ആ ബേക്കിലുള്ളവർ നമുക്ക് കിട്ടുന്ന ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞ രസമായിട്ടാണ് നമ്മൾ റുക്കുവിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. റുക്കുവിൻ്റെ വീട്ടിലേക്കുള്ള വഴിയൊന്നും ആർക്കും അറിയില്ല കേട്ടോ. എല്ലാവരും ഫസ്റ്റ് ടൈമാണ് പോകണേട്ടോ. അങ്ങനെ ചോദിച്ചും പറഞ്ഞിട്ടൊക്കെയാണ് അവിടെ എത്തിയതിട്ടോ. ചേറി ചെന്നപ്പോൾ അതാ ഉപ്പ തായരിൽ ചിരിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. എനിക്കാണെങ്കിൽ ഓട്ടോ ഒന്ന് ഇറങ്ങാൻ വേണ്ടി ഞാനാണല്ലോ മുന്നിലിരിക്കണത്. ഇതിൽ സ്പെഷ്യൽ എന്താ വെച്ചാൽ നമ്മൾ പോയത് റുക്കുവിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നമ്മൾ പൊതുവെ നമ്മൾ അടിച്ചു വിളിക്കുമ്പോൾ നമ്മൾ സ്വന്തം വീട്ടിലെത്തിയിട്ടാണ് നമ്മൾ കറങ്ങാൻ പോലും നമ്മളെ ക്ഷണിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. പക്ഷെ ഓള് വിളിച്ചത് അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. കാരണം അവൾ അത്രയും അടിപൊളി ഫാമിലിയാണ്, പറയാതിരിക്കാൻ വയ്യ. മാഷാ അല്ലാ. ഉപ്പായാലും ഇപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിച്ചു പോയ ഒരാളുണ്ട്, റുക്കുവിൻ്റെ ഉമ്മ, അവിടുത്തെ അമ്മായിമ്മ എന്നൊക്കെ പറയില്ലേ നമ്മളെ. അവരെ നാട്ടിലില്ല കേട്ടോ. മോളെ പ്രസവത്തിൻ്റെ കാര്യമായപ്പോൾ ഗൾഫിൽ പോയതാണ്. ഇതുപോലെ ഞങ്ങൾ പുറത്ത് മീറ്റപ്പൊക്കെ വെക്കുമ്പോൾ ഉമ്മ ഇവിടുന്നില്ല ഇപ്പോൾ കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കൊടുത്തയക്കലുണ്ട്. അത്രയും സ്നേഹമുള്ള ഉമ്മയുടെ. ഉമ്മാനെ കാണാൻ ഭയങ്കര മിസ്സിങ് ഉണ്ട്. അപ്പം ഇനി ഉമ്മാൻ്റെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പോകണം. വർത്തമാനത്തിനിടയിൽ നമ്മൾ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ പറയാൻ മറന്നു കേട്ടോ. എല്ലാവരും കയറി ചെന്നത് അടുക്കളയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പഴംപൊരിയും ഒരു സ്പൈസി ആയിട്ടുള്ളൊരു ബോണ്ട പോലെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കയറി ചെന്ന ചുടണീനനുസരിച്ചിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവർ ഇങ്ങനെ പ്ലേറ്റ് കിട്ടിയിട്ട് ചൂടോടൊക്കെ തിന്നാൻ വയ്യ, എന്നിട്ട് ഒഴിവാക്കാനും വയ്യാറുന്നവർ കുത്തിരുന്ന് തിന്നണ പണിയാണ്. പാച്ചുവിനും ഉപ്പാക്കും ചായ കൊടുത്തതിന് ശേഷമായിട്ട് ഞങ്ങൾ ചായ അടിക്കാതിരുന്നിട്ട് അങ്ങനെ പാച്ചു പോയിട്ട് ഇനി വൈകുന്നേരം ഞങ്ങളെ കൊണ്ടുവരാൻ വരും കേട്ടോ. അപ്പം ഞാൻ പാച്ചുവിന് പിന്നെ ഫോൺ വിളിച്ചപ്പോൾ പാച്ചു പറഞ്ഞാൽ അടിപൊളി ഇപ്പട്ടോ, നല്ല സൂപ്പർ ഉപ്പ, എന്താ പറയാതെക്കാൻ വയ്യ. ഉപ്പ പാച്ചുവിനോട് തന്നെ പറഞ്ഞല്ലോ, ഓൾ ഈ പെരയിൽ പോയാലോ റുക്കു ഈ പെരയിൽ നിന്ന് പോയാൽ കഴിഞ്ഞ് കഥ അവന് ഉറങ്ങി കിടക്കണം വരെ. കാരണം നമ്മളെ റുക്സാനാണ് ഒരു പപ്പടം പോലെയാണ്, ഏത് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ്. ഒരു വൈബ് സാധനമാണ് കേട്ടോ. മാഷാ അല്ലാ. ഓളും ആ വീടുമായിട്ടുള്ള ബന്ധം എന്നും നിലനിൽക്കട്ടെ. കാരണം നമ്മളെ വീട്ടിൽ എത്രത്തോളം സൗണ്ട് ഇട്ട് ബഹളം വെക്കും, അതേ ഒരു ഫ്രീഡം നമ്മളവിടെ ഇവിടെ അത്രയും അലമ്പാട്ടിയാലും അവിടെ ഒരു കുഴപ്പമില്ലാത്ത പോലെ. അങ്ങനെ ബാക്കിയുള്ള കലാപരിപാടി മൊത്തം അലമ്പോളം മേലെ റൂമിലാട്ടോ. അപ്പം അങ്ങനെ അടിപൊളി പാട്ടൊക്കെ ഇട്ട് പിന്നെ ഓളെ അളമാര ചെക്ക് ചെയ്തിട്ട് ഓളെ ഡ്രസ്സൊക്കെ വലിച്ചു വാരി നോക്കിയിട്ടൊക്കെ പിന്നെ എന്താ കുട്ടികൾ ഇതിൻ്റെ ഇനമോൾ ഇത്തിരി അലമ്പേനിട്ടോ. പിന്നെ കരച്ചിലൊക്കെ ഉണ്ടേനി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓളാണ് സെറ്റായിട്ട് കുറച്ച്. പിന്നെ നമ്മൾ ഫ്രണ്ട്സുകളെ പറ്റി പറയാനാണെങ്കിൽ വർഷങ്ങളായിട്ടുണ്ടാവും ഞങ്ങൾ 7 ആളും പാടെ ഒരുമിച്ചിട്ടിട്ട്. എങ്ങനെ പോവുകയാണെങ്കിലും ഒരാളോ 2 ആളോ മിസ്സിങ് കയറും, ബാക്കിയുള്ളവർ കൂടും. കാരണം ഞങ്ങൾ 2-3 മാസം കൂടുമ്പോൾ ഞങ്ങൾ കൂടുന്നവരാണ്. പക്ഷേ ഒരാൾ എറണാകുളത്താണ്. അതാണ് ഒരാൾക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ഒരാൾക്ക് അസുഖം എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവില്ല. ഒറ്റ ഫ്രെയിമിൽ എല്ലാവരും കണ്ടപ്പോൾ ആ സന്തോഷം എല്ലാവരും മുഖത്തുണ്ടിട്ട് പിന്നെയുള്ള ഒരു നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് ഒന്ന് ഫ്രെയിം ചെയ്യിക്കാണ് 7 ആളെ കൂടെ ഉള്ളത്. അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. ഈ ഒരു മീറ്റപ്പിൻ്റെ വ്ളോഗിന് മുമ്പേ 1 മാസം മുമ്പ് ഞങ്ങൾ കൊച്ചുൻ്റെ വീട്ടിൽ ഞങ്ങൾ കൂടിയിട്ടുണ്ട്. അവൾ ഹൗസ് വാമിന് എനിക്ക് കൂടാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ എല്ലാവരും പാടെ കൂടിയിന്. അന്ന് മൊബൈൽ കേട്ടോ. ഞങ്ങൾ 6 ആൾ കൂടാൻ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് അന്ന് റുക്കും ഇവിടുത്തെ ഉമ്മ ഞങ്ങൾ കുറേ സ്നാക്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അന്ന് ഇവളെ റുക്കുവിൻ്റെ മോനക്ക് ഭയങ്കര പനിയിട്ടൊക്കെ വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ 5 ആളായിട്ടാണ് കൂടിയത്. ആ വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ റുക്കിട്ടോള് വ്ളോഗ് എടുക്കാൻ അയക്കണില്ല. കാരണം അടുക്കള കാണാൻ വലിയ രസമില്ല, ബാക്കിയുള്ളതൊക്കെ എടുത്തോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സമ്മതിക്കുന്നില്ല. എല്ലാവരും കിച്ചൺ ഇതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ നല്ല അടിപൊളി ഓളൊരു സ്പെഷ്യൽ എന്താ പറയുക, ചക്കരപ്പുളി എന്നൊക്കെ പറയില്ല, അങ്ങനെ വെളിച്ചെള്ളിയിൽ ചീരുള്ളിയും വെറ്റൽമുളകും പിന്നെ ആ പുളിയൊക്കെ ഇട്ടിട്ട് നല്ല ബിരിയാണി ദമ്മ് പൊട്ടിച്ചെന്ന് പറയുമ്പോഴാണ് രസം. ശരിക്കും മന്തിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം പൊട്ടിച്ചിട്ട് റുക്കുൻ്റെ മോനിക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റായിട്ടാണ് എടുത്ത് വെച്ചാൽ പാച്ചിനുള്ള പാർസലാണ് കേട്ടോ. ഉച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞപ്പോൾ വൈകുന്നേരം പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാച്ചിന് പാർസലൊക്കെ എടുത്തുവെച്ച് പിന്നെ നമ്മളെ കൊച്ചിയാണ് വിട്ട ബിരിയാണിയൊക്കെ പിന്നെയും പറയുന്നത് ബിരിയാണിന്ന് മന്തിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അതൊരു മന്തി, ഒരു ചെറിയൊരു സ്പൈസി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മസാല കൂട്ടാട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും പാടെ വർത്താനും ചീരിയും കളി. ഇപ്പം പിന്നെ അടുക്കളയിൽ ഇരുന്നോളൂ, ഞങ്ങളെ കൂടെ ഇരുന്നില്ല കേട്ടോ. ഉപ്പാക്കും അത് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് ബിരിയാണി. ബിരിയാണി തന്നെ പറയണുള്ളൂ മന്തി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ മധുരം എരിവും പാടുള്ളൊരു ചക്കരപ്പുളി, ഒരു എന്താ പറയുക ഒരു ചട്നി രൂപത്തിലിട്ട് നല്ല രസമുണ്ട്. ഞാൻ പിന്നെ ഇതിന് ശേഷം ഇതേ റെസിപ്പിയിൽ ഞാൻ എൻ്റെ ഒരു സൽക്കാരുണ്ട്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് അന്ന് നല്ല രസമുണ്ടായി.
അങ്ങനെ എല്ലാവരും പാടെ നമ്മളെ വീട്ടിൽ എങ്ങനെ പെരുമണം അതുപോലെ തന്നെ എല്ലാവരും പാടെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ റാത്തായി. പിന്നെ ഞാൻ വൈറ്റ് ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എൻ്റെ പാത്രം പോറാൻ ക്ലീനിങ്ങിനൊന്നും ഇന്നെ അയച്ചില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് അപ്പോൾ അതിന് ബാക്കി എല്ലാവരും അടുക്കളക്കെല്ലാം ക്ലീൻ ആക്കിയിട്ട് പിന്നെ എല്ലാവരും റെസ്റ്റിനെടുത്താൽ ഞങ്ങൾ പിന്നെ ഒരുപാട് സംസാരിച്ചിട്ട് പണ്ട് നമ്മൾ ക്ലാസ് റൂമിൽ കാണിക്കണം എന്താ പറയുക 101 പോയത്തങ്ങൾ എന്നൊക്കെ പറയില്ല, അമ്മൊരു കോമഡി മൂവി എന്താ പറയാന്നറിയില്ല, അത്രയ്ക്ക് നിങ്ങൾ കാണിച്ചു കിട്ടിയിട്ടുണ്ടാകും. നമ്മളൊരു വില്ലന്മാരെ പോലെ ഇനി ഞാൻ പിന്നെ ഡിഗ്രി അവിടെ കംപ്ലീറ്റ് ആക്കിയതോട്ട് പിന്നെ ഞങ്ങളുടെ ഭയങ്കര കമ്പനി ആയിട്ട് ഞങ്ങൾ ഡിഗ്രി ബാച്ച് അടിപൊളിയാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ പറഞ്ഞാലല്ല അലമ്പിലും അങ്ങനെയൊക്കെ പറയാം ഭയങ്കര രസമാണ്. പക്ഷേ എന്താ പറയുക ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ ഞങ്ങളെപ്പോഴും ഓർക്കും, ഞങ്ങളിപ്പോൾ കാണുമ്പോഴൊക്കെ ആ ഒരു നല്ല മെമ്മറീസ് ഉണ്ട് കേട്ടോ. പക്ഷേ ബാക്കിയുള്ളവരും തമ്മിലൊന്നും ഇപ്പോൾ ഒരു ബന്ധമില്ല. പക്ഷെ ഞങ്ങളിത് എപ്പോഴും വർഷങ്ങളായിട്ട് ഞങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ കൊണ്ടെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ റുക്കും അല്ലാ എൻ്റെ പുഡിങ് മറന്നിക്കണം, ഇനി ഇവിടെ ആരും തിന്നില്ല മര്യാദക്ക് തിന്ന് നിർത്തോളിയാനാണ് മണ്ടി പാഞ്ഞ് എടുത്തുടന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഓൾ എടുത്ത് വെച്ചാൽ നമ്മൾ പാച്ചിനും വേണ്ടിയിട്ട് അത് എന്താ പറയുക ഭയങ്കര ഇഷ്ടമാട്ടോ. പാച്ചിപ്പം നമ്മളതിൽ 7 അതിൽ ഒരു 8 ആളായ മാതിരിയാണ്. ഇപ്പോൾ പാച്ചിനുള്ള പാർസലൊക്കെ ഉള്ള അതേ എടുത്ത് വെച്ച് പ്ലേറ്റ് കാലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ബ്രെഡ് ഐറ്റംസ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് എടുത്തുള്ള വീടിൻ്റെ മുറ്റത്തേക്ക് ഫോട്ടോസ് എടുക്കാൻ പോയിട്ടോ. അങ്ങനെ എൻ്റെ ഇനുമോളാണ് സമ്മതിക്കണില്ലടാ, അവൾക്ക് വന്നപ്പോഴേ ഉണ്ട് ചെറിയൊരു കരച്ചിലിട്ടോ. പിന്നെ ഒന്ന് ഉറങ്ങി എണീച്ചതാട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടെ കൂട്ടി അത്ര നന്നായിട്ടൊന്നുമില്ല. പിന്നെ ആകെയുള്ളൊരു സമാധാനം മുബീൻ്റെ ബ്രദറിൻ്റെ കല്യാണം ഉണ്ട് ഒരാഴ്ചമ്പാടെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓളെ എറണാകുളത്ത് നിന്ന് വന്നിട്ടോ. അപ്പോൾ അന്ന് നല്ലൊരു ഫോട്ടോ എടുക്കാമെന്നുള്ള സന്തോഷത്തിൽ എല്ലാവരും പാടെ പിന്നെ നേരെ നാട്ടിലേക്ക് വിടണ്ടേ, എല്ലാവരും കുറച്ച് ദൂരം നിന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ പാച്ചുവിന് ഒരു ബത്തക്ക ജ്യൂസൊക്കെ അടിച്ച് വെച്ചതിന് ശേഷം പാച്ചു വന്നു. പിന്നെ വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നേരം സംസാരിച്ചിട്ട് പിന്നെ വേഗം ഇറങ്ങിയിട്ട് അങ്ങനെ വന്ന പോലെ തന്നെ എല്ലാവരും പാടെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കൊച്ചിൻ്റെ ഹോം ടൂറൊക്കെ ആയിട്ട് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ വ്ളോഗും കാര്യങ്ങളൊക്കെ വരാണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇഷ്ടപ്പെട്ടു.